ഇന്ന് നമുക്ക് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാം. ദൈവം എന്ന് ഉദ്ദേശിക്കുന്നത് യഹോവയെക്കുറിച്ചാണ്. യഹോവയ്ക്ക് ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നത്. ഇന്നലെ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ആസ്തികത്തെക്കുറിച്ച് ചിന്തിച്ചു. യേശുക്രിസ്തു ആദ്യം ലോഗോസായിരുന്നു, പിന്നീട് അവൻ മനുഷ്യരൂപത്തിൽ വന്നു. വീണ്ടും യേശുക്രിസ്തു ആത്മജീവിയായി ലോഗോസ് എന്ന പദവിയിൽ നിന്നും ഉയർന്ന പദവിയായ അമർത്യ പ്രകൃതിയിലായി തീർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി യേശുവിന് മറ്റൊരു പ്രകൃതി മാറ്റം അസാധ്യമായിരിക്കുന്നു, അമർത്യനായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആസ്തിത്വത്തെക്കുറിച്ച് ഒരു സാമാന്യമായ ധാരണ നമുക്കുണ്ടായി എന്ന് വിചാരിക്കുന്നു. യഹോവയെക്കുറിച്ച് യഹോവ മോശ മുഖാന്തരമാണ് കൂടുതൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. യഹോവ അഭിമുഖമായി അറിഞ്ഞ ഒരു പ്രവാചകനെന്നൊക്കെ മോശയെക്കുറിച്ച് പറയുന്നുണ്ട്. സ്നേഹിതൻ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് സംസാരിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാൻ ഇനി അധിക കാലതാമസമില്ല, അധിക ദൂരമില്ല. മിസ്രയീം മുതൽ ഇസ്രായേലിനെ നടത്തിയ വിധങ്ങളെക്കുറിച്ചെല്ലാം മോശയ്ക്ക് വളരെ ബോധ്യമായിരിക്കുന്നു. അതുപോലെ യഹോവയ്ക്കും മോശയെ വളരെ ബോധിച്ചിരിക്കുന്നു. അപ്പോൾ മോശയുടെ ഒരു അന്ത്യാഭിലാഷം എന്നോണം യഹോവയുടെ രൂപം ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നൊരാഗ്രഹം മോശയ്ക്കുണ്ടായി. എന്നാൽ മോശ അത് വ്യക്തമായിട്ട് യഹോവയോട് ആവശ്യപ്പെടുന്നില്ല. തിരുസാന്നിധ്യം പോരണം, നിൻ്റെ മഹിമ എനിക്ക് കാണിച്ചു തരണം എന്നൊക്കെയാണ് മോശ അങ്ങോട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മോശയുടെ മനസ്സിൽ ഇരിക്കുന്നതെന്ന് യഹോവയ്ക്ക് ബോധ്യമുണ്ട്, നേരത്തെ തന്നെ ഉള്ളതാണ്. അപ്പോൾ അത് മോശ തന്നെ കുറേ കൂടെ വ്യക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. നമ്മൾ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം വായിക്കുമ്പോൾ 17-ാം വാക്യത്തിൽ 33-ന്റെ 17-ാം വാക്യത്തിൽ യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. ഏത് വാക്കാ? യഹോവയെക്കുറിച്ചൊരു വ്യക്തമായൊരു കാഴ്ച മോശയ്ക്ക് ലഭിക്കണമെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു എന്ന് അരുളിച്ചെയ്തു. അപ്പോൾ മോശ യഹോവയോട് പറയാണ്, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്നപേക്ഷിച്ചു. യഹോവയുടെ തേജസ് കാണിച്ചു തരണമെന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? തേജസ് എന്ന് പറയുന്നത് ഒരു ശരീരത്തിൻ്റെ ആ പ്രകാശമാനമായ പ്രതിഫലനമാണ്. യോബിൻ്റെ പുസ്തകം 37-ാം അധ്യായം 22-ാം വാക്യം അതിനെക്കുറിച്ച് പറയുന്നു. യോബ് 37-ന്റെ 22-ാം വാക്യം. അവിടെ യഹോവയുടെ തേജസ്സിനെ കുറിച്ച് പറയുന്നു. വടക്കു നിന്നും സ്വർണശോഭ പോലെ വരുന്നു, ദൈവത്തിന്റെ ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്. താഴത്തെ വാക്യം. സർവശക്തനെയോ നാം കണ്ടെത്തുകയില്ല. അപ്പൊ വടക്കു നിന്നും സ്വർണശോഭ പോലെ വരുന്നു. വടക്കെന്ന് പറഞ്ഞാൽ ഒരാത്മമണ്ഡലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവം വസിക്കുന്ന ആത്മമണ്ഡലം
വടക്കു നിന്നും സ്വർണശോഭ പോലെ വരുന്നു. ദൈവത്തിന് ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്. ഈ തേജസ് മോശ ആവശ്യമാണ്. എന്നിട്ട് തേജസ് എനിക്ക് കാണിച്ചു തരണമെന്നല്ലേ പറഞ്ഞു. അപ്പോൾ ആ തേജസ്സുണ്ട്. സർവശക്തനെയോ നാം കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ രൂപം നമുക്ക് ദർശിക്കാൻ കഴിയില്ലെന്നാണ്. എന്താ കാരണം? ആ മഹാ തേജസ് കൊണ്ടാണ് ആ ശരീരത്തെ ദർശിക്കാൻ കഴിയാത്തത്. ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ മുഴുവനായിട്ട് നമുക്ക് കാണണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് കാണാൻ പറ്റുമോ? ഒരു സെക്കൻഡിൻ്റെ 1000-ലൊരു സമയം പോലും നമുക്ക് സൂര്യനെ നോക്കാൻ പറ്റില്ല. കാരണം എന്താ? ആ സൂര്യൻ്റെ തേജസ് അത്രയ്ക്ക് വലുതാണ്. അതുപോലെ യഹോവയുടെ തേജസ്സാണ് ഇവിടെ മൂടിയിരിക്കുന്നത്. ഇവിടെ സീനായി പർവ്വതത്തിൽ ഇസ്രായേലിന് ന്യായപ്രമാണം കൊടുക്കുമ്പോഴൊക്കെ യഹോവയുടെ തേജസ് പർവ്വതത്തിൽ പ്രത്യക്ഷമായി. സമാഗമന കൂടാരത്തിൽ യഹോവയുടെ തേജസ് പ്രത്യക്ഷമായി എന്നൊക്കെ പറയാം. തേജസ് എന്ന് പറയുന്നത് ആ ശരീരത്തിൻ്റെ പ്രകാശമാനമായ ഒരു വലിയ കാഴ്ചയാണ്. അത് ഒന്ന് കാണിച്ചു തരണമെന്നാണ്. അപ്പോൾ യഹോവ എന്താ പറയണേ? നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അതിനവൻ, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. അപ്പോൾ യഹോവ കടന്നു പോകുന്ന ഒരു മഹത്വമേറിയ ഒരു കാഴ്ച നിനക്ക് ദർശിക്കുവാൻ ഇടയാകും. അതിൻ്റെ പ്രതിഫലനങ്ങളെ കാണാൻ കഴിയും. ആ ശരീരം മുഴുവനായിട്ട് നിനക്ക് കാണാൻ കഴിയില്ല. എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കും. എന്നിട്ട് പറയുന്നത്, കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ കാണിക്കും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും എന്ന് അരുളിച്ചെയ്തു. അപ്പം ഇതൊരു സാമാന്യ രീതിയിലുള്ള ഒരു ആവശ്യമല്ല. സ്വർഗത്തിൽ യഹോവയുടെ ദൂതന്മാരെല്ലാവരും യഹോവയെ ദർശിക്കുന്നുണ്ട്. അവർക്ക് യഹോവയുടെ ചുറ്റും വന്നുകൂടാം. കാരണം അവർ സ്വർഗീയ ശരീരങ്ങളുള്ളവരാണ്. പല പടികളിൽപ്പെട്ട ദൂതന്മാർ, അവർക്കെല്ലാവർക്കും സ്വർഗീയ ശരീരങ്ങളാണ് ഉള്ളത്. അവർക്ക് യഹോവയെ കാണാൻ കഴിയും. ജഡിക മനുഷ്യന്മാർക്ക് ഒരിക്കലും ആ സ്വർഗീയ ശരീരങ്ങളെ ദർശിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും. അപ്പോൾ മോശയ്ക്ക് വേണ്ടി ഇവിടെ ഒരു പ്രത്യേക സംവിധാനം യഹോവ ഒരുക്കുക. മോശയുടെ അതിയായ ആഗ്രഹം. ഇതിനാൽ ഈ സംഭവത്തിൽ ഒരു പൊരുൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മോശ ഒരു മധ്യസ്ഥനാണ്. ന്യായപ്രമാണത്തിൻ്റെ മധ്യസ്ഥനാണ് മോശ. ഇസ്രായേലിൻ്റെ നായകനാണ്. ഈ മോശ സൂചിപ്പിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. പിതാവായ ദൈവത്തെ കൂടുതലായി മനസ്സിലാക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ എന്നാണ്. ആ കൃപ മോശയ്ക്ക് ലഭിച്ചതുപോലെ പിതാവായ ദൈവത്തിൻ്റെ ആസ്തിക്യം, അവൻ്റെ ഉദ്ദേശങ്ങൾ, അവൻ്റെ രൂപം എല്ലാം വ്യക്തമായിട്ട് അതിൻ്റെ പൂർണ്ണ അളവിൽ മനസ്സിലാക്കുന്നത് യേശുക്രിസ്തു തന്നെയാണ്. അതിൻ്റെ ഒരു നിഴലാണ് മോശയിൽ കൂടെ കാണിച്ചു കൊടുക്കുന്നത്. നിനക്കെൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല.
പലരും പറയും ദൈവത്തിന് എല്ലാം കഴിയുന്നല്ലേ. പക്ഷേ മോശയുടെ പ്രകൃതി അനുസരിച്ച് യഹോവയുടെ ശരീരം ദർശിക്കുന്ന പക്ഷം മോശ മരിച്ചു പോകും. മോശ മരിക്കാതെ തന്നെ ഇരുന്നുകൊണ്ട്, ഈ ശരീരത്തിലിരുന്നുകൊണ്ട് യഹോവയെ കാണുവാൻ തക്ക വിധത്തിലുള്ള സംവിധാനം യഹോവയ്ക്ക് ചെയ്യാൻ പറ്റുകയില്ലേ. പക്ഷെ ഇതവിടെ യഹോവ അത് പറയുന്നില്ല. അതെന്താ, മനുഷ്യൻ്റെ നേച്ചർ എന്താണെന്നുള്ളതാണ് അവിടെ. ഒരു മനുഷ്യനും യഹോവയെ കാണാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാൽ അത് ആ നേച്ചർ, അതിൻ്റെ നിയമം അങ്ങനെ. യഹോവയുടെ ശരീരത്തെക്കുറിച്ചുള്ള, നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല. ആ കാണുന്ന മാത്രമേ തന്നെ ആ ജീവി, ആ മനുഷ്യൻ മരിച്ചു വീഴും. അതാ യഹോവ പറയുന്നു. എന്നാൽ ഇതാ, എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. മോശയെ ഒരു പ്രത്യേക സംവിധാനമുള്ള സ്ഥലത്ത് ഒരു പാറമേൽ നിർത്തിയ, വളരെ ഉറപ്പുള്ള ഒരു ഭാഗത്താണ്, കാല് ചവിട്ടി വഴുതി വീഴാനൊന്നും സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് നിർത്തി. എന്നിട്ടോ, നീ ആ പാറമേൽ നിൽക്കണം, നിന്റെ തേജസ്, എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ എൻ്റെ കൈകൊണ്ട് മറിയും. അപ്പം ഇവിടെ യഹോവയുടെ ആ തേജസ്, ആത്മശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ആ തേജസ് മോശയ്ക്ക് കാണിച്ചു കൊടുക്കണം. ഈ പാറമേൽ നിന്നുകൊണ്ടാണ്. ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ തേജസ് എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും, പിന്നെ എൻ്റെ കൈ നീക്കും, നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമോ കാണാവുന്നതല്ല എന്ന് യഹോവ അരുളിച്ചെയ്തു. അപ്പോഴും യഹോവയുടെ മുഖം ദർശിക്കാൻ മോശയ്ക്ക് കഴിഞ്ഞു. പിൻഭാഗമാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? യഹോവയെക്കുറിച്ച് മനുഷ്യന് അറിയാവുന്നതും ഗ്രഹിക്കാവുന്നതുമായ കാര്യങ്ങൾക്ക് പരിമിതി വെച്ചിട്ടുണ്ടെന്നാണ്. അത് യഹോവ തന്നെ വെച്ചിരിക്കുന്ന പരിമിതിയാണ്. അത് മനുഷ്യൻ്റെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്, മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ അവസ്ഥയിലുള്ള ഒരു മനുഷ്യന് എങ്ങനെ പൂർണ്ണമായ രൂപത്തിൽ ആത്മശരീരത്തിലിരിക്കുന്ന യഹോവയെ ദർശിക്കാൻ കഴിയും? അപ്പോൾ ആ ഒരു ആഗ്രഹം അത് മോശയ്ക്ക് കാണിച്ചു കൊടുത്തതുപോലെയുള്ള ആ ഒരു അവസാനമാണ്. അത് മോശയ്ക്ക് മാത്രമായിട്ടുള്ളതാണ്. പിന്നീടുള്ള ഒരു പ്രവാചകന്മാരോ വിശുദ്ധ അപ്പോസ്തലന്മാരോ പോലും ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. എന്താ അവൻ ആവശ്യപ്പെടാഞ്ഞത്? അപ്പോസ്തലന്മാർ ആവശ്യപ്പെടാഞ്ഞത് എന്താ? കർത്താവിൻ്റെ 12 ശിഷ്യന്മാർ, പിന്നെ ഫിലിപ്പോസ് ചോദിച്ചു, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. അപ്പോൾ ഫിലിപ്പോസിനോട് കർത്താവ് പറയുന്നത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് ഞാനും പിതാവ് ഒന്നാകുന്നല്ല. പിതാവിനെക്കുറിച്ച് എന്തെല്ലാമാണ് അറിയേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കർത്താവ് വളരെ വ്യക്തമായിട്ട് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ അറിവിൻ പ്രകാരമുള്ള കാഴ്ചയെ നിങ്ങൾക്കുണ്ടാകുകയുള്ളൂ എന്നാണ്. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അപ്പോൾ ഇവിടെ പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെയാണ് യഹോവ മോശയ്ക്ക്
പ്രത്യക്ഷനാകുന്നു. അതിൻ്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ നിന്ന് എല്ലാവർക്കും വായിച്ച് ഇക്കാര്യം ഉറപ്പിക്കാവുന്നതാണ്. ആവർത്തനം 4-ന്റെ 12-ഉം 15-ഉം വാക്യത്തിൽ എന്താ പറയുന്നത് നോക്കാം. യഹോവയുടെ ശബ്ദം മാത്രമാണോ അവിടെ രൂപം കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. ആവർത്തനം 4-12. യഹോവ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്തു, നിങ്ങൾ വാക്കുകളുടെ ശബ്ദം കേട്ടു, ശബ്ദം മാത്രം കേട്ടതല്ലാതെ രൂപമൊന്നും കണ്ടില്ല. സീനായി മരുഭൂമിയിൽ വെച്ച് സംസാരിച്ച സമയത്ത് നിങ്ങൾ ശബ്ദം കേട്ടു, വാക്കുകളുടെ ശബ്ദം കേട്ടു, പക്ഷേ രൂപം കണ്ടില്ല. എന്തുകൊണ്ടാണ്? രൂപം ഇല്ലാഞ്ഞിട്ടാണോ കാണാഞ്ഞത്? രൂപം കാണാത്തത് എന്തുകൊണ്ടാണ്? മോശയോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് രൂപം കാണാഞ്ഞത്. ഇസ്രായേൽ സഭ മുഴുവൻ സീനായി പർവ്വതത്തിൻ്റെ അടിവാരത്ത് നിരന്നു നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിരന്നിരിക്കുകയാണ്. അവർക്കൊരു നാശം സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ശബ്ദം കേട്ടു, നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. ഈ രൂപത്തിൽ നിന്നുള്ള ശബ്ദമാണ് കേട്ടത്, രൂപം കണ്ടില്ല. അതിൻ്റെ 15-ാം വാക്യം, നിങ്ങൾ നന്നായി സൂക്ഷിച്ചു കൊള്ളുവിൻ. യഹോവ ഹോറേബിൽ വെച്ച് തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിൻ്റെയും സാദൃശ്യമോ, ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ, ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിൻ്റെയും സാദൃശ്യമോ, ഇങ്ങനെ യാതൊന്നിൻ്റെയും പ്രതിമയായി വിഗ്രഹമുണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത്. അവയെ നിന്റെ ദൈവമായ യഹോവ ആകാശത്തിന് കീഴെങ്ങുമുള്ള സർവ്വജാതികൾക്കും പങ്കിട്ടു കൊടുത്തിരിക്കുന്നു. നിങ്ങളെയോ ഇന്നു ഉള്ളതുപോലെ തനിക്ക് അവകാശ ജനമായി. അപ്പൊ ഈ യഹോവ സംസാരിച്ചപ്പോൾ രൂപമൊന്നും കാണാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ആകാശത്തിന് കീഴിലോ ഭൂമിയിലുള്ളതോ ഉള്ള യാതൊന്നിൻ്റെ പ്രതിമ ഉണ്ടാക്കുകയോ ആ വിധത്തിൽ യഹോവയെ സങ്കല്പിക്കുകയോ ചെയ്യുവാൻ പാടില്ല എന്നാണ്. അപ്പോൾ അദൃശ്യനായ ദൈവത്തെ ഏതിനോടാണ് ഉപമിക്കേണ്ടത്? യെശയ്യാപ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഏതിനോട് ഉപമിച്ച് സദൃശനാക്കും? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം ആരോട് എന്നെ ഉപമിക്കും? യഹോവ ചോദിക്കുക, ഏത് രൂപത്തോടാണ് നിങ്ങൾ എന്നെ സാദൃശ്യപ്പെടുത്തി വിഗ്രഹം ഉണ്ടാക്കാൻ പോകുന്നത്? കാരണം യഹോവയുടെ രൂപം ആരും ഒരു നാളും കണ്ടിട്ടില്ലെന്നുള്ളതാണ്. 1 തിമോത്തിയോസ് 1-ന്റെ 17-ാം യഹോവയെക്കുറിച്ച് പറയുന്നു. പല വേദഭാഗങ്ങളിലും ക്രിസ്തുവിനെക്കുറിച്ചും യഹോവയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് ആ ഭാഗത്ത് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അതിൻ്റെ മുൻപും പിൻപുമുള്ള വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുവാൻ. 1 തിമോത്തിയോസ് 1-ന്റെ 17-ാം നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായിരിക്കുന്ന ഏകദൈവം എന്നാണ് യഹോവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അക്ഷയനും അദൃശ്യനും. അക്ഷയൻ എന്ന് പറഞ്ഞാൽ ക്ഷയം സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. അപ്പോൾ തന്നെ അദൃശ്യനുമാണ്. യഹോവയുടെ അദൃശ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇതിനു മുമ്പും പഠിച്ചു വന്നത്.
യഹോവ എന്നും അദൃശ്യനായിരിക്കും, അക്ഷയനാണ്. യഹോവയുടെ രൂപത്തെ മനുഷ്യർ ക്ഷയമുള്ള പക്ഷി, ഇഴജാതി, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു എന്ന് അപ്പോസ്തലപ്രവൃത്തി 17 പറയുന്നു. അപ്പൊ സൃഷ്ടവസ്തുക്കളെല്ലാം ക്ഷയം സംഭവിക്കാവുന്ന അവസ്ഥയിലാണ്, മനുഷ്യൻ ഉൾപ്പെടെ. മനുഷ്യന് ക്ഷയം സംഭവിക്കാം. എങ്ങനെയാ? മനുഷ്യൻ ക്ഷയിച്ച് ഇല്ലാതെയാവും. യഹോവയ്ക്കോ ക്ഷയമില്ല. അവൻ ആദ്യമേ ഉണ്ടായിരുന്ന ആ രൂപത്തിൽ തന്നെ അന്നും ഇന്നും എന്നും ഇരിക്കുന്നവനാണ് എന്നുള്ളതാണ്. അതുമാത്രമല്ല, അവൻ ഏകദൈവവുമായിരിക്കും. അവനിൽ മറ്റൊരു ദൈവങ്ങളും അടങ്ങിയിരിക്കുന്നില്ല. അക്കാര്യമാണ് അപ്പോസ്തലൻ അവിടെ വിശദമാക്കുന്നത്. യാക്കോബ് അപ്പോസ്തലൻ എന്താ പറയണതെന്ന് നോക്കാം. യഹോവയെക്കുറിച്ച് എന്താ പറയുന്നത്? യാക്കോബ് 1:17 അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. യഹോവയ്ക്ക് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല എന്ന് പറഞ്ഞാൽ, വികാരം എന്ന് പറഞ്ഞാൽ വികാരങ്ങളെ കുറിച്ചല്ല. യഹോവയ്ക്ക് ഒരു മാറ്റം സംഭവിക്കാൻ പാടില്ലാത്ത അവസ്ഥയിലാണ് എന്നുള്ളതാണ്. ഗതിഭേദത്താലുള്ള ആച്ഛാദനം എന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് മുതൽ അന്നും ഇന്നും എന്നേക്കും യഹോവ ഒരേ സ്വഭാവമുള്ളവനായിരിക്കും. നീതി, ന്യായം, നേര്, ശക്തി, സ്നേഹം, ജ്ഞാനം ഇവയുടെ കാര്യത്തിൽ യഹോവയ്ക്ക് അന്നും ഇന്നും യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ടാണ് അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ ചിന്തകൾ, യഹോവയുടെ പ്രവർത്തനങ്ങൾ, യഹോവയുടെ ഉദ്ദേശങ്ങൾ ഇതെല്ലാം ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന സ്വഭാവവിശേഷങ്ങളാണ്. ദൈവം വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് പറയുന്നു. പക്ഷെ അഗ്നി ദൈവമാണോ? അല്ല. ദൈവം തീഷ്ണതയുള്ളവനാകുന്നു എന്ന് പറയുന്നു. തീഷ്ണത എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം അസൂയ ഉള്ളവനാകുന്നു എന്ന. ഏത് കാര്യത്തിലാണ് ദൈവത്തിന് അസൂയ? മനുഷ്യർ മറ്റ് ദൈവങ്ങളെ ഉണ്ടാക്കി നമസ്കരിക്കുമ്പോൾ യഹോവയാം ദൈവത്തിന് ആ മറ്റ് ദൈവങ്ങളോടും അസൂയ തോന്നുന്നു. യഹോവയ്ക്ക് മാത്രമുള്ള മഹത്വം മറ്റ് വിഗ്രഹങ്ങൾക്ക് കൊടുക്കുന്നു, അന്യദൈവങ്ങൾക്ക് കൊടുക്കുന്നു. അതുകൊണ്ടാണ് യഹോവ അസൂയുള്ളവനായിരിക്കുന്നു. ജലസി എന്ന വാക്കാണ്, തീഷ്ണതയുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇതെല്ലാം ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന സ്വഭാവവിശേഷങ്ങളാണെന്ന് തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 15:40 മുതൽ 40-41 വാക്യങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. അവിടെ എന്താണ് പറയുന്നത്? സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ. നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരെ പുനരുത്ഥാനം മൗനം തന്നെ. മതി. ഇവിടെ അപ്പോസ്തലൻ ആത്മശരീരങ്ങളെക്കുറിച്ചും ഭൗമ ശരീരങ്ങളെക്കുറിച്ചും ഒരു അറിവാണ് നമുക്ക് തരുന്നത്.
സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ടെന്നാണ്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറെ. ഇരുവിധത്തിലുള്ള ശരീരങ്ങളെ കുറിച്ചാണ്. സ്വർഗീയ ശരീരം എന്ന് പറയുന്നതിൽ അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നു എന്നാണ്. ഒന്ന്, പിതാവായ ദൈവത്തിന് സ്വർഗീയ ശരീരമാവും. രണ്ടാമത്, യേശുക്രിസ്തു, ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന് സ്വർഗീയ ശരീരമാണ് ഉള്ളത്. മൂന്നാമത്, ദൂതന്മാരെ കുറിച്ചാണ്. ദൂതന്മാരുടെ ശരീരങ്ങളും സ്വർഗീയ ശരീരങ്ങളാണ്. അതിൻ്റെ മറ്റൊരു പേരാണ് ആത്മീക ശരീരം എന്ന് പറയുന്നത്. ഇതെല്ലാം വ്യക്തിത്വമുള്ളവരാണ്. അവരവരിൽ തന്നെ വ്യക്തിത്വമുള്ളവരാണ്. പിതാവായ ദൈവത്തിനുള്ള വ്യക്തിത്വം, അതല്ല ക്രിസ്തുവിനുള്ള വ്യക്തിത്വം, അതല്ല ദൂതന്മാർക്ക് ഉള്ള വ്യക്തിത്വം. ഇത് അളവിൽ വ്യത്യസ്തമായിട്ടാണ് ഈ വ്യക്തിത്വങ്ങൾ നിലകൊള്ളുന്നത്. ഇപ്പോൾ സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. കണ്ടോ, സ്വർഗീയ ശരീരങ്ങളുടെ ആ പ്രത്യേകത, അതിൻ്റെ മഹിമ, അതിൻ്റെ തേജസ് വേറെ. ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ. ഭൗമശരീരങ്ങൾ എന്ന് പറയുന്നതിൽ ഏറ്റവും ഉയർന്ന പടിയിൽ നിൽക്കുന്നത് മനുഷ്യനാണ്. ആദാമിനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആദാമ്യ സന്തതി പരമ്പരകൾ ആ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ഇവിടെ പെരുകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തേജസ് കൊണ്ട് ഇത് തമ്മിൽ വ്യത്യാസമുള്ളത്. മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ മനുഷ്യൻ ദൂതന്മാരിലും അല്പം താണപടിയിൽ ആണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ്. സകല സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ. ഇവിടെ സ്വർഗീയ ശരീരങ്ങളുടെയും ഭൗമിക ശരീരങ്ങളുടെയും തേജസ്സിനെ കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലൻ ഒരു ഉദാഹരണമായെടുക്കുന്നു. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. ഉണ്ടോ? ഇതിനെ അപ്പോസ്തലൻ ഉദാഹരിക്കുന്നതാണ്. സ്വർഗീയ ശരീരങ്ങളെയും ഭൗമ ശരീരങ്ങളെയും അതിൻ്റെ വ്യത്യാസത്തെക്കുറിച്ച് ഇവിടെ സൂര്യൻ്റെ തേജസ്, ചന്ദ്രൻ്റെ തേജസ്, നക്ഷത്രങ്ങളുടെ തേജസ് എന്ന് പറഞ്ഞ് ആ വ്യത്യാസം ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പം എല്ലാ തലത്തിൽപ്പെട്ട ജീവികൾക്കും, ആത്മതലത്തിൽപ്പെട്ടവർക്കും ഭൗമ തലത്തിൽപ്പെട്ടവർക്കും ഈ ശരീരം നൽകിയിരിക്കുന്നത് പിതാവായ ദൈവമാണ്. ഓരോരുത്തരുടെയും ശരീരം ഏത് ഘടനയിലിരിക്കണം, എന്തെല്ലാം അനുയോജ്യമായി പ്രവർത്തിക്കാൻ അതിനു വേണ്ട ആകൃതി വേണം, ഇതെല്ലാം ചെയ്യുന്നത് യഹോവയാകുന്ന ദൈവമാണ്. ഒരു ശരീരമില്ലാത്ത യഹോവയ്ക്ക് മറ്റൊരു ശരീരം എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയും? അരൂപിയായിരിക്കുന്ന ദൈവത്തിന്, അരൂപി എന്ന് പറഞ്ഞാൽ രൂപയില്ലെന്ന്, രൂപമില്ലാത്തതൊന്നും ശൂന്യമാണ്. അപ്പം യഹോവയ്ക്ക് ഒരു രൂപമുണ്ടോ? യേശുക്രിസ്തുവിന് രൂപമുണ്ടോ? ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് രൂപമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പിക്കുവാൻ ഇത്രയും
വെളിപ്പെടുത്തലുകൾ മാത്രം മതി. ഇതിലപ്പുറമുള്ള ഒരു രൂപത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ അന്വേഷിച്ച് ഉത്തരം കണ്ടെത്തുവാനോ അതിനുള്ള കോശങ്ങളൊന്നും മനുഷ്യൻ്റെ തലച്ചോറിൽ ദൈവം സൃഷ്ടിച്ചു വച്ചിട്ടില്ല. മനുഷ്യന് അവർക്ക് അറിയേണ്ടത് അവരെ അറിയിച്ചിരിക്കുന്നു എന്നാണ്. മനുഷ്യൻ എന്തുമാത്രം അറിയണം, എവിടെ മുതൽ അറിയണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് യഹോവയ്ക്ക് അറിയാം. അത് യഹോവ മനുഷ്യന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് വെളിപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാ? യേശുക്രിസ്തുവിൽ കൂടെയാണ്. യേശുക്രിസ്തു ഭൂമിയിൽ വന്നതിൻ്റെ ശേഷമാണ് അദൃശ്യനായിരിക്കുന്ന യഹോവയെക്കുറിച്ച് ഒരു അറിവ് ലഭിക്കുവാനിടയായത്. അതിനു മുമ്പ് പിതാക്കന്മാർ വിശ്വസിച്ചത് ഒരു അദൃശ്യനായൊരു ശക്തി ഉണ്ടെന്നുള്ള ഒരു ബോധ്യത്തിലാണ് പിതാക്കന്മാർ നിലകൊള്ളുന്നത്. പക്ഷേ പുതിയ നിയമ വിശുദ്ധന്മാർക്ക് ദൈവത്തെക്കുറിച്ച് അതിൽ കൂടുതൽ ഉപരിയായ പരിജ്ഞാനം യേശുക്രിസ്തു നൽകി എന്നുള്ളതിൻ്റെ പേരിലാണ് നമുക്ക് ഈ ലേഖനങ്ങളിൽ നിന്നും ഇത്രയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം ഈ വിധത്തിൽ ശരീരപ്രകൃതിയിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഇനി ഭാവിയിൽ മനുഷ്യൻ്റെ പുനർജന്മം പ്രാപിച്ചു വരുന്ന മനുഷ്യർ അവര് ജഡപ്രകൃതിയിൽ മരിച്ചവർ ജഡീകന്മാരായിട്ട് പുനരുത്ഥാനം ചെയ്യുന്ന ജഡശരീരത്തിൽ തന്നെ പുനരുത്ഥാനം ചെയ്യും. അതല്ലാതെ മരണത്തിൻ്റെ പേരിൽ മരണശേഷം ആത്മജീവിയായിട്ട് മനുഷ്യൻ തീരും എന്ന് പറയുന്നതിന് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു തെളിവുമില്ല. ആത്മജീവികളായി തീരുവാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. അത് വ്യത്യസ്തമായിട്ട് നമ്മൾ പഠിക്കണം. സർവ മനുഷ്യരെക്കുറിച്ചും അങ്ങനെയല്ല. സർവ മനുഷ്യരും എന്ന് പറഞ്ഞ ആദാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടാത്ത വിഭാഗങ്ങൾ അവർ പ്രാകൃത ശരീരം തന്നെ വിതയ്ക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ച് പ്രാകൃത ശരീരം തന്നെ ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ മൺമയമായ ശരീരം മരിക്കുന്നു, മൺമയമായ ശരീരം പുനരുദ്ധരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ പ്രകൃതി വ്യത്യാസങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആത്മശരീരങ്ങൾ, ഭൗമശരീരം എന്ന ആ വ്യത്യാസം വളരെ പ്രകടമായിട്ട് അപ്പോസ്തലൻ വിശദീകരിക്കുന്നു. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. ദ്രവത്വം, അദ്രവത്വം, ഈ രണ്ട് കാര്യത്തെ പറ്റി പറയാം. ദ്രവത്വം എന്ന് പറഞ്ഞാൽ മരണം സംഭവിക്കാവുന്ന അവസ്ഥയാണ്. അദ്രവത്വം എന്ന് പറഞ്ഞാൽ മരണം സംഭവിക്കാൻ പാടില്ലാത്ത അവസ്ഥ. യേശുക്രിസ്തുവും പിതാവായ ദൈവമൊക്കെ മുന്നമേ തന്നെ സഭയ്ക്ക് മുമ്പേ ഈ പ്രകൃതിയിൽ ആണ് ഇരിക്കുന്നത്. പിതാവായ ദൈവം സ്വയം ഭവിച്ചവൻ. യേശുക്രിസ്തു സ്വയം ഭവിച്ചവനല്ല. യേശുക്രിസ്തു പിതാവിൽ നിന്ന് ജനിച്ചവനാണ്. അതാണ് വ്യത്യാസം. അപ്പം ഈ വ്യത്യാസത്തിൽ നമ്മൾ കാര്യങ്ങൾ കൂടുതൽ തെളിവുകളോടെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക. അപ്പോൾ യഹോവയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഇതിൽ അപ്പുറം ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുവാനും അത് ഉൾക്കൊള്ളുവാനും മനുഷ്യബുദ്ധിക്ക്, മനുഷ്യൻ്റെ തലച്ചോറിന് അതിനുള്ള കഴിവില്ല എന്നുള്ളതാണ്. ഒരു പരിമിതിയുണ്ട് എല്ലാത്തിനും. ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ഒരു മൃഗം ചിന്തിച്ചാൽ അതിനൊന്നും നേടാൻ കഴിയില്ല. പക്ഷെ ആ മൃഗത്തിന് അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവിലല്ല മൃഗത്തെ സൃഷ്ടിച്ചു. മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവത്തിൻ്റെ ദൂതന്മാർ ചിന്തിക്കുന്നത്. മനുഷ്യനെ അപേക്ഷിച്ച് അവർക്ക് കൂടുതൽ കഴിവുണ്ട്.
അപ്പോൾ ദൈവത്തെക്കുറിച്ച് മനുഷ്യനറിയാവുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ദൂതന്മാർക്കറിയാം. അപ്പോൾ ദൂതന്മാർ ക്രിസ്തുവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ധരിച്ചിരിക്കുന്ന പരിജ്ഞാനം നമുക്കുണ്ടാകണമെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറ് അതിന് അപര്യാപ്തമാണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ ദൈവത്തെങ്കിലേക്ക് എത്തുന്നത്? കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാര്യകാരണ ബന്ധമാകുന്ന ആ യുക്തി വിശ്വാസം. ഏത് കാര്യത്തിനും ഒരു ആദി കാരണമുണ്ട് എന്നുള്ളതാണ്. ആദി കാരണം കാരണരഹിതവും അനാദിയുമായിരിക്കും എന്നാണ്. ആ അനാദിയായിരിക്കും എന്നുള്ളതാണ് ഈശ്വരൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഉറപ്പിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല. ശാസ്ത്രം ദൈവം സൃഷ്ടിച്ചു വെച്ച വസ്തുക്കളെക്കുറിച്ച് ഇങ്ങോട്ടുള്ള കാര്യങ്ങളെ ശാസ്ത്രം പറയാറുണ്ട്. പരിണാമവാദത്തിനും അതേ പറയാറുണ്ട്. ഒരു ഏകകോശ ജീവിയിൽ നിന്ന് ബഹുകോശ ജീവി ഉണ്ടായിരുന്ന ഏകകോശ ജീവി എങ്ങനെ ഉണ്ടായി എന്ന് പരിണാമവാദത്തിന് പറയാൻ കഴിയില്ല. ഏകകോശ ജീവിയാകട്ടെ, ഇനി ബിഗ് ബാങ്കിനെ കുറിച്ച് പറയുന്നതാകട്ടെ, ഇതിൻ്റെ ആദികാരണത്തെക്കുറിച്ച് അത് ശാസ്ത്രം അംഗീകരിക്കും. ആദികാരണം കാരണരഹിതമാണ്. കാരണരഹിതമാണെങ്കിൽ അത് അനാദിയായിരിക്കുമെന്നുള്ള ആ സനാതന സത്യം ശാസ്ത്രം അംഗീകരിക്കാതെ ശാസ്ത്രത്തിന് യാതൊരു പുരോഗതിയും പ്രാപിക്കാൻ കഴിയും. അതാണ് ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കി. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന സയൻസ്പരവും ധാർമ്മികപരവുമായ എല്ലാ കാര്യങ്ങളുമാണ് ശാസ്ത്രം ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നതും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നതും എന്നുള്ളത്. അതിന് പല വിഷയങ്ങളിൽ കൂടി നമുക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അതിനെക്കുറിച്ച് പൂർണ്ണമായ അറിവുണ്ടാകും. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. പിൻവരുന്ന ഭാഗങ്ങളിലൊക്കെ ഈ വിഷയങ്ങൾ തന്നെ ഏതെങ്കിലുമൊക്കെ ഇതിൻ്റെ അംശങ്ങൾ നമുക്ക് പ്രതിപാദിക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ തെളിവായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് വിഷയം അവസാനിപ്പിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.